സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി തൃശൂരിലെ മുതിർന്ന CPM നേതാവ് പോൾ കൊക്കാട്ട് ആളൂർ പോലീസ് സ്റ്റേഷൻ വെളൂക്കരയിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയിട്ട് ഇതുവരെ ഒരു മറുപടി പോലും ലഭിക്കാത്തത് വേദനയുണ്ടാക്കിയെന്നും വിഷയത്തിൽ പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിക്കുകയും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെതിരെ 2 തവണ മത്സരിക്കുകയും ചെയ്ത തൃശൂരിലെ മുതിർന്ന CPM നേതാവാണ് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 8 കൊല്ലമായി ആളൂരിൽ പ്രവർത്തനം ആരംഭിച്ച പോലീസ് സ്റ്റേഷന് 30 സെന്റ് സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് നവകേരള സദസ്സിൽ പോൾ കൊക്കാട്ട് പരാതി നൽകിയത്. എന്നാൽ നാളിതുവരെ പരാതി പരിശോധിക്കുകയോ മറുപടി നൽകുകയോ ചെയ്തില്ല. പരാതി നൽകിയ ശേഷവും പോലീസ് സ്റ്റേഷൻ മാറ്റാനുള്ള നടപടി സ്വീകരിച്ചത് തനിക്ക് വേദനയുണ്ടാക്കിയെന്ന് പോൾ കൊക്കാട്ട് പറഞ്ഞു. ഒരു മറുപടിയും കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, എന്നെ വേദനിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറുപടി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ പരാതി കൊടുത്തതിന് ശേഷം മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ തുടർന്നോടെ നടക്കുകയാണ്. അപ്പോൾ പരാതി തീരെ ആരും വരവച്ചിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും 30 സെന്റ് സ്ഥലം കണ്ടെത്തി ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിലനിർത്താൻ കഴിയില്ല എങ്കിൽ വാസ്തവത്തിൽ അവരൊക്കെ തന്നെ ഈ പേരും പറഞ്ഞ് നടക്കുന്നതിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലത്തിലാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ കല്ലേറ്റുംകരയിലെ സഹകരണ ബാങ്കിന് സമീപം വാടകയ്ക്കാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. നിലവിലെ കെട്ടിടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തിങ്ങി നിറഞ്ഞാണ് ജോലി ചെയ്യുന്നത്. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമുണ്ടായിട്ടും അധികൃതർ കണ്ണടയ്ക്കുകയാണ്. സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ പഞ്ചായത്തിന്റെ നീക്കിയിരിപ്പ് ഫണ്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ തുക ഉപയോഗിച്ചും നിർമ്മാണം പൂർത്തിയാക്കാവുന്നതാണ്. എന്നിട്ടും പോലീസ് സ്റ്റേഷൻ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്നും പോൾ കൊക്കാട്ട് വ്യക്തമാക്കി. ജനം, തൃശൂർ.